ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിനീസ്ഡൈൻ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കേടുകൂടാതെ കൂടുതൽ നാൾ എങ്ങനെ നമുക്ക് സൂക്ഷിക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഗാർലിക് വെളുത്തുള്ളി തൊലി കളഞ്ഞ് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. അതായത് ജിഞ്ചറിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ ഇല്ലാതെ തന്നെ കട്ട് ചെയ്ത് എടുത്തതാണ്. 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലൊന്നിലും വെള്ളം ഒട്ടും തന്നെ ഉണ്ടാവരുത്. ഇനി ഒരു 3/4 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വരെ ചേർക്കാം. കറിയിൽ നമ്മൾ അതനുസരിച്ച് നോക്കിയിട്ട് വേണം പിന്നീട് ചേർത്ത് കൊടുക്കാനായിട്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ആദ്യം അതൊന്ന് ക്രഷാക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, അത്ര നന്നായിട്ട് അരഞ്ഞു വന്നോളൂ. ഈ ഉള്ളിയിലെയും ഇഞ്ചിയിലെയൊക്കെ ആ ജ്യൂസ് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാൻ സാധിക്കും. എന്താ നോക്കി, നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ, ഏതെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്ന എണ്ണയും കൂടെ ചേർത്ത് അരച്ചെടുക്കാം. ഞാൻ എണ്ണ ചേർത്ത് കൊടുക്കുന്നില്ല. ഇങ്ങനെ തന്നെ കേടുകൂടാതെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ കുക്കിങ്ങിന് വളരെയധികം ആവശ്യമുള്ള ഒരു ഐറ്റമാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അതും തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പൊളിച്ചും അരിഞ്ഞും സമയം കളയണ്ട. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കുക്കിങ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി വെള്ളം ചേർത്താണ് അരയ്ക്കുന്നെങ്കിൽ ഐസ് ട്രേയിൽ ഒഴിച്ച് നമുക്ക് ഫ്രീസ് ചെയ്ത് ഫ്രീസറിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. എന്നിട്ട് ഓരോ ക്യൂബ്സായിട്ട് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ ആകുമ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ചീത്തയാവുകയൊന്നുമില്ല. ഒട്ടും തന്നെ വെള്ളമില്ലാതെ നമുക്ക് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാനായിട്ട് സാധിക്കും. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.